പാലായെ പ്രകമ്പനം കൊള്ളിച്ച് ഇടതുപക്ഷ യുവജന റാലി. പാലായിലെ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. പാലയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് അനുകൂലമാണ് മണ്ഡലമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പാലായെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ യുവജന റാലിയാണ് എനിക്ക് പിന്നിലായി കടന്നു വരുന്നത്. പാലായിലെ LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തുന്ന ഈ റാലിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തമാണ് ഈ റാലിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കുറി പാലാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നൊരു ശുഭപ്രതീക്ഷ തന്നെയാണ്, ഒരു ആത്മവിശ്വാസം തന്നെയാണ് LDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. പൊതുവെ അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇക്കുറി ഈ മണ്ഡലം LDF-നൊപ്പം നിൽക്കും, ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്താണെങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് ഈ റാലിയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പാലാ കൊട്ടാരമറ്റത്ത് നിന്ന് ആരംഭിച്ച റാലിയാണ് എനിക്ക് പിന്നിലായി കടന്നു വരുന്നത്. പ്രചരണ തിരക്കിലാണ്. അപ്പോൾ ഇക്കുറി ഭയങ്കര ഒരു പോസിറ്റീവായിട്ടൊരു തരംഗം തന്നെ പാലായിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന പ്രതികരണം അനുകൂലമായ പ്രതികരണമാണ്. തീർച്ചയായിട്ടും പാലായിൽ LDF മുന്നേറും. മാത്രമല്ല, ഒരു തുടർഭരണത്തിലേക്കാണ് കേരള സംസ്ഥാനം പോകുന്ന. ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണമാണ്. അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പാല തിരിച്ചു പിടിക്കും ഇക്കുറി. അത് തിരിച്ചു പിടിക്കുമെന്ന് സംശയമില്ല. ജനങ്ങളെല്ലാം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പാലായിലെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഒരു നമ്മുടെ ഉണ്ടായിരുന്ന വികസന മേഖലയിലും മറ്റ് മേഖലകളിലെല്ലാം ഒന്നാമതായിട്ട് നിന്ന ഒരു പാലായാണ്. മറ്റ് ജില്ലകളായിട്ട് നോക്കുമ്പോൾ, മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ, ഇൻഡിക്കേറ്റേഴ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ പാല ഒന്നാമതാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുവർണ്ണകാലം, കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് അത് മങ്ങിയിരുന്നു. ഒരു സുവർണ്ണകാലം തിരിച്ചു പിടിക്കണം, തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം. അതാണ് ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വൈബ് വന്നിരിക്കുന്നത്. ഇടതുപക്ഷം മുന്നേറും, ഇടതുപക്ഷം ഇവിടെ ജയിക്കും എന്ന് പറയാനുള്ള കാരണം. പ്രത്യേകിച്ച് പാലയിൽ IIIT പോലെയുള്ള സംവിധാനങ്ങളിൽ അത്തരം സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചത് വലിയൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. അത് IIIT എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തെ ഇന്ന് ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഐക്കണായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് പാലായ്ക്ക് മാത്രമല്ല, കേരള സംസ്ഥാനത്തിന് അഭിമാനകരമായ കാര്യമാണ്. അത് കേന്ദ്രത്തിൻ്റെ കേരളത്തിലേക്ക്, അത് കോട്ടയത്തേക്ക്, അത് പാലായിലേക്ക്, അതൊരു ഗ്രാമത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യം.
50 ഏക്കർ സ്ഥലത്ത് അത് വിജയിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ അഭിമാനം പാലാക്കാർക്കുണ്ട്, എനിക്കുണ്ട്. തീർച്ചയായും അത് മാത്രമല്ല, അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. ഇനി കൂടുതൽ വികസന പദ്ധതികൾ അവിടെ തന്നെ ഇൻഫോ പാർക്ക് പോലുള്ള പദ്ധതികളിലേക്ക് നമ്മൾ പോകും. അതുമാത്രമല്ല, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ടുകളെന്ന് KM മാണി സാർ ഇരിക്കെ പില്ലിഗ്രിം, അതുപോലെ തന്നെ ഗ്രീൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇരവിഴ, പൂഞ്ചിറയും ഇല്ലിക്കക്കല്ല് കൊണ്ടുവന്നു. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയും അവിടെയും ഫർദർ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിലേക്കും കേരളം പോകും, പാലാ പോകും. എന്താണെങ്കിലും തുടക്കത്തിലൊരു ത്രികോണ മത്സരം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പൊതുവെ താങ്കൾക്ക് അനുകൂലമാണെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തപ്പെടുന്നത്. അല്ലേ, ത്രികോണം എന്ന് പറയുന്ന എല്ലാ പ്രാവശ്യവും മുന്നണികൾ 3 ഉണ്ട്. പക്ഷേ നമ്മളൊരു മത്സരം കാണുന്നത് എപ്പോഴും LDF ആൻഡ് UDF എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം LDF സർക്കാർ തന്നെ, ഇടത് സർക്കാരിൻ്റെ എത്രയോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എണ്ണിയാൽ തീരാത്ത വികസന പദ്ധതികളും സാധാരണക്കാരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷേമ പെൻഷനായും സ്ത്രീ സുരക്ഷാ പദ്ധതിയായും ലൈഫ് മിഷനായും ചികിത്സാ സഹായമായും എത്രയോ പദ്ധതികൾ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം മനസ്സിൽ ഇടത് സർക്കാരുണ്ട്, പാലായുണ്ട്. തീർച്ചയായിട്ടും പാലാ മുന്നേറും. അപ്പോൾ അങ്ങനെ പ്രചരണ തിരക്കിലാണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. സന്തോഷം കേട്ടോ. ജോസ് കെ മാണി ജയിച്ചിടും. ജോസ് കെ മാണി ജയിച്ചിടും. പാലായുടെ പ്രിയപുത്രൻ മാണി സാറിൻ മകന, നാടിന്റെ പ്രിയനായ LDF സാരഥിയ. വോട്ട് നാം ചെയ്തിടാ, ചിഹ്നം 2 ഓക്കെയാ. ജോസ് കെ മാണി ജയിച്ചിടും. ഓക്കെയാ. ജോസ് കെ മാണി ജയിച്ചിടും. നമ്മുടെ ഈ പാലാതൻ മണ്ണിലെ തീവാറിടും LDF ഇവിടെ ജയിച്ചിടും. നമ്മുടെ നാട്ടിൽ പല പല നേട്ടം വന്നിടാനായി 2 ഇലയിൽ വോട്ടുകൾ ചെയ്തിടൂ. വോട്ട് ചെയ്ത് പാലാ നാട് മാറ്റിയിടുവാൻ ജോസിനോട്ടേക്കു നാട്ടാരേ. ഇടതുപക്ഷമിനിയും തുടർന്നു വന്നുവെന്നാൽ നേട്ടം പലതും ഇനിയും വന്നിടും. നമ്മുടെ പാലതൻ മുരടിപ്പ് നൽകിയ നിലവിലെ MLA ഇനി ഇവിടെ തുടരാൻ പാടില്ല. വോട്ടില്ല UDF.